സിനിമകൾ വീണ് പോയാലും ഞാൻ പേഴ്സണൽ ലൈഫിൽ ഞാൻ വീണ് പോയിട്ടില്ല. കസേര പിടിച്ചിടാൻ പോലും സ്റ്റേജിൽ കയറാത്ത രണ്ടുപേരെ. അപ്പൊ ഞങ്ങളെ പറ്റി ഇന്ന് കംപ്ലൈന്റ്സ് മാത്രമേ സ്കൂളിൽ വന്നിട്ടുള്ളൂ. ആ ഒരു പേരും ഇതും എല്ലാം കോളേജിലും ഹോസ്റ്റലിലും അത്യാവശ്യം നന്നായിട്ട് എല്ലാ കുസൃതികൾക്കും ഞാൻ കടവരുന്നു. കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോൾ വാപ്പ ഫുൾ രാഷ്ട്രീയം. അപ്പൊ എല്ലാരും മറ്റേ ഭാവിയിലെ MLA-ക്ക് വേറെ ഒരു ഓട്ടോഗ്രാഫ് കൊടുത്തിട്ടുണ്ടായി. 4 പടങ്ങളും അതിന്റെയൊക്കെ വിജയം പരാജയവും ഒക്കെ എന്നെ നന്നായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഒരു ആക്ടിങ്ങിലെ പരിചയക്കുറവും ഓവർ കോൺഫിഡൻസും ഒക്കെ ആയിരിക്കും മേ ബി. അതിനുശേഷം ഞാൻ നോ പറയാൻ പഠിച്ചു. പണ്ട് ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരുന്നു. ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും ഞാൻ കയറിയിട വന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ മാത്രം നന്നായതുകൊണ്ട് നാട് മൊത്തം നന്നാവാൻ പോകുന്നില്ല. എനിക്ക് എല്ലാം ഇച്ചിരി ഓവറാണെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോ എനിക്ക് പോകാനൊന്നുമില്ല. ഇനിയിപ്പോ പിടിക്കാനേ ഉള്ളൂ. ഇനി എന്റെ അഭിനയം മോശമാണെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എനിക്കത് നോക്കി ഞാൻ ശരിയാക്കിയേ പറ്റുള്ളൂ. ഭയങ്കര സ്നേഹമാണ്. ഇത്താത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹാർട്ടാണ്, ഫാമിലിയുടെ. ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഞങ്ങൾ 3 പേരും എന്തുണ്ടെങ്കിലും ഉമ്മാനെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നതും. ഭയങ്കര പോസിറ്റീവാണ് ഉമ്മ. ഞാൻ മറ്റേ ഏങ്ങലടിച്ചിരുന്ന് കരയും. എനിക്ക് മറ്റേ സൗണ്ടൊക്കെ മറ്റേ സെന്റി സീനിൽ മറ്റേ വോളിയം ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ. ഹായ് ഹലോ, വെൽക്കം ടു കൗമുദി മൂവീസ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അസ്കർ അലിയാണ്. ഹായ്, വെൽക്കം. JSK ആണല്ലേ ഏറ്റവും പുതിയ വിശേഷം. എങ്ങനെയാണ് പടത്തിലേക്ക് വന്നത്? പടം ഈ പറഞ്ഞ പോലെ ഡയറക്ടറും പ്രവീൺ നാരായണനും ജയവിഷ്ണു റൈറ്ററും കൂടെ വന്ന് സംസാരിച്ചതാണ്. കേട്ടപ്പോൾ തന്നെ സുരേഷേട്ടൻ്റെ പടം. സന്തോഷം. അസ്കർ ആണെങ്കിൽ കുറെ 6 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണല്ലോ ഇതുപോലെ പടത്തിലേക്ക് ഇപ്പം പിന്നെയും വരുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് എടുത്തത്? ഗ്യാപ്പ് ആയി പോയതാണ്. കാര്യം എനിക്ക് ഈ പറഞ്ഞ 4 പടങ്ങളും അതിൻ്റെയൊക്കെ വിജയം പരാജയവും ഒക്കെ എന്നെ നന്നായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൈം എടുത്ത് ഞാൻ സ്ക്രിപ്റ്റുകൾ കേട്ട് ഒരു സമയമായപ്പോൾ സ്ക്രിപ്റ്റ് തീരെ വരാതായി. പിന്നെ അവിടെ നിന്ന് പിന്നെ എനിക്ക് ഫ്രണ്ട്സും കുറേ ഫ്രണ്ട്സൊക്കെ എന്നെ വെച്ച് പ്ലാൻ ചെയ്യും. എനിക്കൊന്ന് ഈ കൊല്ലം എൻ്റെ 3 പടം അടുപ്പിച്ചിട്ടുണ്ട്. ഒന്ന് മേനെ പ്യാർ കിയ എന്ന് പറഞ്ഞൊരു മൂവി, അതും എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഫൈസൽ എന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ സംഭവം എന്നും പറഞ്ഞൊരു മൂവി, അതും ജിത്തു എന്ന് പറയുന്ന ഡയറക്ടർ, അവനും എൻ്റെ അടുത്ത ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവരൊക്കെ എന്നെ വെച്ച് മൂവി പ്ലാൻ ചെയ്യും, അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് ഇത്രയും ഒരു ടൈം എടുത്തതും ഒക്കെ. ശരിക്കും ഇപ്പൊ ചെയ്തു വെച്ച പടങ്ങളിൽ എന്തെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല. ആ പടങ്ങൾ ചെയ്തത് കൊണ്ടും എനിക്ക് കുറെ എക്സ്പീരിയൻസ് കിട്ടി. അഭിനയത്തിലാണെങ്കിലും എങ്ങനെ ചെയ്യരുത്, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതൊക്കെ ആ സമയത്ത് എൻ്റെ ഇഷ്ടങ്ങൾ അറിവതല്ല. സ്ക്രിപ്റ്റ് സെലക്ഷൻ ആണെങ്കിലോ അന്നിപ്പോ ആ സമയത്തുണ്ടായിരുന്ന ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമയെ വന്നു, ഒരു സിനിമാ നടനായി എന്നെനിക്കൊരു തോന്നൽ വന്നപ്പോൾ ഓക്കെ, ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഇവര് വന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും ഞാൻ ഓക്കെ ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നോണ്ടായിരിക്കും അവരെന്നെ അപ്രോച്ച് ചെയ്തതെന്നൊരു തോന്നലും. അങ്ങനെയൊക്കെ ആ സിനിമകളൊക്കെ നല്ല മേക്കേഴ്സ് ഒക്കെ തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ആക്ടിങ്ങിലെ പരിചയക്കുറവും ഓവർ കോൺഫിഡൻസും ഒക്കെ ആയിരിക്കും മേ ബി അതിൽ അഫക്ട് ചെയ്തേക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ മൂവി സംഭവിക്കുന്നത് ലാൽ സാറ് വിളിച്ചിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടില്. അപ്പൊ ആ സമയത്ത് ഈ മൂവി ചെയ്യാൻ, അതായത് ഹണി ബി 2.0 ചെയ്യാനുള്ള ഒരു കാരണം അത് 0 ബഡ്ജറ്റ് ആയിരുന്നു, ആ കോൺഫിഡൻസ് അതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അന്നത് കോൺഫിഡൻസ് വേറെ ആക്ടിങ്ങിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നു അന്ന് മുതലേ? ആക്ടിങ്ങിലേക്കായിരുന്നു എനിക്ക് എന്നും താല്പര്യം. പിന്നെ ആ സമയത്ത് ഈ ലാൽ സാറൊക്കെ വന്ന് വിളിച്ച് പറയുമ്പോഴത്തേക്കും ഓക്കെ, നല്ല എന്താ പറയാ, തിരിച്ചൊന്നും പറയാൻ പറ്റില്ലല്ലോ, ചെയ്യാം എന്നല്ലേ. എനിക്കൊന്ന് ഇപ്പൊ അതിനുശേഷം ഞാൻ നോ പറയാൻ പഠിച്ചു. അതിപ്പോ ഞാനിപ്പോ ആര് വന്നാലും ഞാൻ നോ. കാര്യം എനിക്കറിയാം, ചുമ്മാ അവരുടെയും സമയം വേസ്റ്റ് ആവും, എനിക്കും പ്രത്യേകിച്ച് ഗുണങ്ങളില്ല എന്ന് പറയുന്ന സബ്ജക്റ്റുകളിലൊക്കെ ഞാൻ നോ പറയാൻ പഠിച്ചു. അതാ പറയാ, നോ പറഞ്ഞ് ഒരു സമയപ്പോ എനിക്ക് പടവേ ഇല്ലായിരുന്നു. പിന്നെ ഇതിന്റെ റൈറ്ററും ജയവിഷ്ണു എന്ന് പറഞ്ഞ, അപ്പോൾ അദ്ദേഹത്തെ എനിക്ക് കുറെ നാളായിട്ട് പരിചയം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ സബ്ജക്റ്റ് ഒക്കെ സംസാരിക്കൂ, അങ്ങനെയാണ് എനിക്ക് ഇതിലേക്കൊരു ചാൻസ് കിട്ടി. ഇപ്പൊ നോ പറഞ്ഞിട്ട് ഹിറ്റ് ആയി പോയ പടങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ?
അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അത്രയും വലിയ പടങ്ങളൊന്നും എനിക്ക് വരാത്തോണ്ടാണ് വരല്ല. ഞാൻ നോ പറഞ്ഞ ഒരു പടവും വെളിച്ചം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആസിഫ് ഖാനോട് ചോദിച്ചിട്ടുണ്ടോ അപ്പൊ പടങ്ങൾ ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പിനും അങ്ങനെ? ഇല്ലടോ, ഞങ്ങള് സിനിമ തീരെ ഞാൻ ഇക്കാര്യം സംസാരിക്കാത്ത ആളാണ്. ഇതിന്റെ തന്നെ ഞാൻ എല്ലാ സെറ്റിലേക്ക് പോകുമ്പോ ആദ്യം ഇക്കാര്യം വിളിച്ച് പറഞ്ഞിട്ട് പോകും. അല്ലാതെ സിനിമ സെലക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ കാര്യത്തിൽ ചോദിക്കില്ല, അങ്ങനെ പറയാറൊന്നുമില്ല, ഒന്നും പറയാറില്ല. ആകെ ഷൂട്ടിന് പോകുമ്പോ ഞാൻ വിളിച്ച് പറയും ആടാ നന്നായിരിക്കട്ടെ പറയാം, അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞില്ലേ എന്റെ ഇനിയിപ്പോ അടുത്ത ഈ മേനെ പേർക്കി ആണേലും സംഭവം ആണേലും എന്റെ അടുത്ത 2 സുഹൃത്തുക്കൾ തന്നെയാണ് അതിന്റെ ഡയറക്ടേഴ്സ്. അപ്പൊ എനിക്ക് ഇക്കാട് ചോദിക്കേണ്ട കാര്യവും ഒന്നും വന്നിട്ടില്ല. എനിക്ക് ഇവര് എന്റെ കൂടെ ഫുൾ ടൈം ഉള്ള ആൾക്കാർ തന്നെയാണ്. അതിന്റെ ഒരു ഫ്രീഡവും അതിന്റെ ഒരു കംഫർട്ടും എനിക്ക് ആ 2 സിനിമകളിലും എനിക്കുണ്ടായിരുന്നു. ഇത് ഒബ്വിയസ്ലി ഒരു സുരേഷ് ഗോപി പടമാണ്. ഇതില് പോയി നിന്ന് കൊടുക്കുക, ഡയറക്ടർ എന്ത് പറയുന്നു അത് ചെയ്യുക എന്ന് മാത്രമല്ല എനിക്ക്. ബാക്കി 2 പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറ്റേ അടിച്ച് പൊളിച്ച് ചെയ്യുക എന്നുള്ളത്. കാമുകി ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു ക്രിറ്റിസിസം നേരിട്ടത് ലാക്ക് ഓഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പ്രഷൻ അതിനൊരു ക്രിറ്റിസിസം നേരിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെയുള്ള ക്രിറ്റിസിസത്തെ എങ്ങനെയാണ് നേരിട്ടത്? അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തില്ലെങ്കിൽ അത് നമ്മുടെ തോൽവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്റെ എക്സ്പ്രഷൻസോ എന്റെ അഭിനയമോ ആ സിനിമയ്ക്കോ ആ ക്യാരക്ടറിനോ ഇത് നന്നാക്കി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് എന്റെ തെറ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ അതിൽ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റുള്ളൂ. ഇങ്ങനെ ഇപ്പൊ മറ്റേ റിവ്യൂസും എന്റെ അവസാന പടം ഇറങ്ങുന്നവരെ റിവ്യൂസ് ഒക്കെ കുറവായിരുന്നു. ഇപ്പൊ എനിക്ക് നല്ല പേടിയുണ്ട്. സോഷ്യൽ മീഡിയ നല്ല പേടിയുണ്ട് എനിക്ക്. പിന്നെ ഇതൊക്കെ നല്ലതാണ്, നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കും അപ്പൊ കാര്യങ്ങള്. ഓക്കെ, നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു തെറ്റ് വരാൻ പാടില്ല എന്ന് അങ്ങനെ പഠിച്ചു പോകാൻ പറ്റും. ഈ ഇത്രയും ഗ്യാപ്പ് എടുത്തല്ലോ, ഈ വർഷങ്ങളിൽ എന്താ ചെയ്തത്? ഞാൻ കുറെ ട്രാവൽ ചെയ്തു. ഞാൻ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയി ഫ്രണ്ട്സ് ആയിട്ട്. അത് ഈ പറഞ്ഞ ഈ മേനെ പേർക്കയുടെ ഡയറക്ടർ ഉണ്ട് ഫൈസൽ, അവന് ഇതുപോലെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളൂ. നമ്മൾ ഒരു 2 തവണ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ടുണ്ട്, ഫുൾ ട്രെയിനില് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട്. എന്റെ ലൈഫ് മൊത്തം ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു. കാര്യം ഞാൻ ആദ്യമേ സിനിമയിൽ വരുമ്പോഴത്തേക്കും ഞാൻ കോളേജ് കഴിഞ്ഞ് പിന്നെ ഫാമിലി അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഞാൻ നേരെ സിനിമയിൽ വരുമ്പോഴും ഞാനൊരു വീട്ടിലെ മോനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട് വിട്ട് ഇറങ്ങി ഒരു 6 കൊല്ലം നന്നായിട്ട് ട്രാവൽ ചെയ്തു, ഫ്രണ്ട്സിന്റെ കൂടെ താമസവും ഇതും അടിച്ചു പൊളിച്ച്. എനിക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസും കാര്യം. പിന്നെ നമ്മൾ സംസാരിക്കുന്ന സിനിമയിലുള്ള ഫ്രണ്ട്സ് തന്നെയാണ്. ഇവരെല്ലാം സിനിമയിൽ എന്തെങ്കിലും ആവാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അവരായിട്ട് കമ്പനി വിടുമ്പോഴും എങ്ങനെ ഒരു സിനിമ ഉണ്ടായി വരും, എങ്ങനെ നമ്മൾ എന്തോരും അതിൽ ഹാർഡ് വർക്ക് ചെയ്യണമെന്നൊക്കെ പഠിക്കാൻ പറ്റിയത് അതുകൊണ്ടാണ്. ഇപ്പൊ ഇത്രയും ട്രാവൽ ചെയ്ത കാര്യം പറഞ്ഞല്ലോ, ട്രാവൽ ചെയ്തിട്ട് മാറ്റം ഉണ്ടായ ഒരു പെർസ്പെക്റ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മൾ എവിടെയും കിടന്ന് ഉറങ്ങാൻ പഠിക്കും. നമുക്ക് അങ്ങനെ ഒരു എന്താ അതിനിപ്പോ പറയാ, ഒരു കംഫർട്ട് സ്പേസ് എന്ന് പറയുന്ന സാധനത്തിൽ നമ്മൾ മാറി ഏതൊരു സ്പേസിലും നമ്മൾ കംഫർട്ടബിൾ ആവും. അത് പിന്നെ ഉള്ള സെറ്റിലും പിന്നെ ആളുകളോട് പെരുമാറുമ്പോഴും അവര് നമ്മളോട് പെരുമാറുമ്പോഴും നമ്മൾ അതൊക്കെ എടുക്കുന്ന രീതി ഭയങ്കരമായിട്ട് മാറും. പണ്ട് ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു. ആവശ്യമില്ലാത്ത എല്ലാ കാര്യത്തിലും ഞാൻ കയറി ഇടപെടുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ മാത്രം നന്നായതുകൊണ്ട് നാട് മൊത്തം നന്നാവാൻ പോകുന്നില്ല. അത് ഞാൻ പറഞ്ഞുകൊണ്ട് ആരും ഇത് കേൾക്കാനും പോകുന്നില്ല. പിന്നെ നമ്മളിലേക്ക് നമ്മുടെ ഫ്രണ്ട്സിലേക്ക് ഒതുങ്ങും. നമ്മൾ എന്താണോ നമ്മുടെ ലക്ഷ്യം അതിലേക്ക് മാത്രം ചിന്തിച്ച് തുടങ്ങും. ഇതൊക്കെയാണ് എനിക്ക് ഇപ്പൊ തോന്നുന്ന കാര്യങ്ങൾ. ഈ ട്രാവൽ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ? എനിക്ക് എല്ലാ സ്ഥലത്തിനും, ഇപ്പൊ രാജസ്ഥാനാണേലും ഗുജറാത്ത് ആണേലും ലേ ലഡാക്ക് ആണേലും എല്ലായിടത്തും ഓരോരോ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ത്യ എത്ര വലുതാന്ന് നമുക്ക് മനസ്സിലായി. കാര്യം കേരളം എത്ര ചെറുതാണ്, ഇന്ത്യ എത്ര വലുതാണ്, അതിൽ മലയാളികൾ എന്ത് അടിപൊളിയാണെന്ന് എനിക്ക് മനസ്സിലായത് എനിക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. ഞാൻ നോർത്തിലൊക്കെ പോയിട്ട് ഇവിടുത്തെ മനുഷ്യന്മാർ എന്താണ് ഇങ്ങനെയെന്നൊക്കെ ഇടയ്ക്ക് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. മലയാളികൾ കുറച്ചുകൂടെ ആൾക്കാരെ കുറെയൊക്കെ മനസ്സിലാക്കാൻ മലയാളികൾക്ക് പറ്റും. സാഹചര്യം അനുസരിച്ച് പെരുമാറാൻ പറ്റുന്നത് മലയാളികൾക്ക് കുറച്ച് ആ കഴിവ് കൂടുതലാന്നൊക്കെ എനിക്ക് തോന്നിയത് ട്രാവൽ ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. സക്സസ് അധികം കണ്ടിട്ടില്ലാത്ത ഒരാളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്റ്റഡീസിലാണെങ്കിലും ഇപ്പൊ ലൈഫിലാണെങ്കിലും ഒക്കെ. ശരിക്കും അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കാൻ ഭയങ്കര മോശമായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഞാൻ മാത്രമല്ല, എന്റെ ഇക്കായും പഠിക്കാൻ ഭയങ്കര മോശമായിരുന്നു. സ്പോർട്സിൽ ഭയങ്കര മോശമായിരുന്നു, ആർട്സിൽ ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കഴിവും ഇല്ലാത്ത 2 പേരായിരുന്നു ഞാനും ഇക്കായും വീട്ടില്.
അപ്പൊ ബാക്കി എല്ലാം രണ്ടുപേരും ഈ ആർട്സിലോ പ്രോഗ്രാംസ് ഒന്നിലില്ല, കസേര പിടിച്ചിടാൻ പോലും സ്റ്റേജിൽ കയറാത്ത രണ്ടുപേരെ ഞങ്ങള്. അപ്പൊ ഞങ്ങളെ പറ്റി ഇന്ന് കംപ്ലൈന്റ്സ് മാത്രമേ സ്കൂളിൽ വന്നിട്ടുള്ളൂ. എന്തെങ്കിലും വഴക്കുണ്ടാക്കിയില്ലേ, പഠിക്കുന്നില്ല, ഇതൊക്കെ തന്നെയാണ് ഞങ്ങളെ സ്ഥിരം വിടുക. അപ്പൊ ഇടയ്ക്കൊക്കെ ഉമ്മ ഇങ്ങനെ പറയും, വേറെ ആരെങ്കിലും കസിൻസിന്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോ അവിടെയൊക്കെ മറ്റേ ചെറിയ ട്രോഫീസ് ഒക്കെ ഇരിക്കുമ്പോ കൊതിയാവുന്നു, ഇവിടെ മാത്രം ഒന്നും ഇല്ലല്ലോ. ആ പരാതിയൊക്കെ മാറ്റി കൊടുത്തിട്ട് ട്രോഫി തട്ടിട്ട് നടക്കാൻ വയ്യ. അപ്പോ നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു. കുറെ പരാജയം വന്നപ്പോ കുറെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് കേട്ട് ഒരു തവണ നമ്മൾ വിഷമിക്കും, പിന്നെ എപ്പോഴും നമുക്ക് വിഷമിക്കാൻ സമയമില്ല. അത് ഞാനിങ്ങനെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്ത് എന്റെ ഓക്കെ, എനിക്ക് എന്താണ് ആവശ്യമുള്ള അത് ലക്ഷ്യം വെച്ചങ്ങ് പോവാന്ന് തന്നെ. ഇപ്പൊ ആസിക്ക് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിപ്പോ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഏറ്റവും അലമ്പ് ബാച്ചിലർ ആയേനെ ഞാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആസിക്ക ഇങ്ങനെ പറഞ്ഞതുപോലെ അഷ്കറിന്റെ ഒരു ഇതെങ്ങനെയാ ബാച്ചിലർ ലൈഫ്? ഞാൻ ബാച്ചിലർ ലൈഫ് എനിക്കെല്ലാം വേണം. എനിക്ക് ഫാമിലി വേണം, ഫ്രണ്ട്സ് വേണം, ഇതെല്ലാം ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ ഒരു കഴിവുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഇപ്പൊ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടും എന്റെ ഏറ്റവും അടുത്ത കമ്പനി എന്റെ ചേച്ചിയാണ്, ഇക്കാടെ വൈഫ്. അപ്പൊ ഞാൻ എവിടെ ഇപ്പൊ ഈ നോർത്തൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കയ്യിൽ പൈസ ഒക്കെ തീർന്നു പോയി കഴിഞ്ഞാൽ ഇത്ത തന്നെ വിളിച്ചിട്ട് ഞാൻ പൈസ ചോദിച്ചു. അതുകൊണ്ട് എനിക്ക് ഫാമിലി, പിന്നെ അവരുടെ പിള്ളേര്, ഈ രണ്ട് പിള്ളേരെയും ചെറുപ്പം മുതൽ നോക്കിയത് ഞാനാ. അതുകൊണ്ട് ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. കാണാറുണ്ട് എപ്പോഴും അവരുടെ കൂടെയുള്ള ഫോട്ടോസ് വീഡിയോസ് ആയിട്ട്. ഞാൻ ഭയങ്കര അറ്റാച്ച്ഡ് ആണ് അവരായിട്ട്. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അവരുടെ കൂടെ ട്രാവൽ ചെയ്യുക. അവരും എന്നെ അവരുടെ ഒരു പ്രായത്തിലുള്ള ഒരാളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഫാമിലിയും ഫ്രണ്ട്സും എല്ലാം ഒരുപോലെ എപ്പോഴും ഒരുമിച്ച് കൊണ്ടുപോകാൻ നോക്കുന്നതാണ്. വലിയേട്ടൻ ഫിഗർ ആണ് ആസിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിപ്പോ ഇപ്പം അസ്കർ ആണെങ്കിൽ ആസിക്കാന്റെ ഒരു മൂവി കണ്ടിട്ട് ഭയങ്കര ത്രില്ല് അടിച്ചിട്ട് ആസ് എൻ ആക്ടർ പുള്ളി വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അയ്യോ, എനിക്കത് ഭയങ്കര ചമ്മലുള്ള പരിപാടിയാണ്. ഞാൻ വിളിച്ചിട്ട് സിനിമ കണ്ടു, അടിപൊളിയായിട്ടുണ്ട്, അങ്ങനെ പറയത്തുള്ളൂ. സ്കൂളിലൊക്കെ എങ്ങനെയായിരിക്കും അപ്പം ഇപ്പം ബ്രദർ ഒരു സെലിബ്രിറ്റി ആണെന്നൊക്കെ പറയുമ്പോൾ? സ്കൂളിൽ ഞാൻ +1 +2 ഒക്കെ പഠിക്കുമ്പോഴാണ്, ഞാൻ 10th പഠിക്കുമ്പോഴാണ് ഋതു റിലീസാവുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ ഇതും എല്ലാവരും ഇപ്പൊ സോൾട്ട് ആൻഡ് പെപ്പർ ഇറങ്ങുമ്പോഴും ഫ്രണ്ട്സൊക്കെ വന്ന് കണ്ടു അറിയും. ഞാൻ അത് ഭയങ്കര അധികാരോടും സംസാരിക്കില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ചമ്മലുള്ള ഒരു കാര്യമായിരുന്നു, എന്ത് പറയണം. ഞാനത് കോളേജിൽ ഞാനത് ഉപയോഗിച്ചിട്ടുണ്ട്. കോളേജിൽ നമ്മൾ ചെല്ലുമ്പോ കാര്യം ഞാൻ +1 +2 എല്ലാം തൊടുപുഴയിൽ തന്നെ പഠിച്ചത്. കൂടെ എല്ലാം അറിയാവുന്ന സ്ഥലത്തു നിന്നുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും. കോളേജിൽ ഞാൻ അത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ഒരു പേരും ഇതും എല്ലാം കോളേജിലും ഹോസ്റ്റലിലും അത്യാവശ്യം നന്നായിട്ട് എല്ലാ കുസൃതികൾക്കും ഞാൻ ഇക്കട പേര് ഉപയോഗിച്ചിട്ടുണ്ട്. പനിഷ്മെന്റ് ഒക്കെ കിട്ടുമായിരുന്നു? അയ്യോ, ഒന്നത് ഇക്കാനെ പഠിപ്പിച്ച അതേ ടീച്ചേഴ്സ് തന്നെയായിരുന്നു എന്നെയും പഠിപ്പിച്ചത്. അതുകൊണ്ട് അവർക്കും എന്നെ ഒരു മകൻ ഫീൽ ആയിരുന്നു. അതുകൊണ്ട് കുറെ കുരുത്തക്കേടൊക്കെ ഇവര് കണ്ണടച്ച് വിടും. ഇവർക്ക് എങ്ങനെയെങ്കിലും ഞാനൊന്ന് പാസ്സായി ഈ ചീത്തപ്പേരില്ലാതെ പോയാ മതി എന്ന് മാത്രമുള്ളായിരുന്നു. കമ്പാരിസൺ വരും അപ്പൊ? ഇല്ല, കാര്യം ഇക്ക നല്ല ഉഴപ്പായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇവരിങ്ങനെയൊക്കെ തന്നെയല്ലേ വരുള്ളൂ എന്നൊരു തോന്നല. സിനിമയിലേക്ക് വരുന്നുള്ള രീതിയിൽ അവര് അപ്രോച്ച് ചെയ്യായിരുന്നു. അപ്പം അത് എനിക്ക് തോന്നുന്നു ഇക്ക കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോ വാപ്പ ഫുൾ രാഷ്ട്രീയം, അല്ലെങ്കിൽ ചെയർമാൻ. അപ്പൊ എല്ലാരും മറ്റേ ഭാവിയിലെ MLA-ക്ക്, ഭാവിയിലെ മുനിസിപ്പൽ ചെയർമാൻ എന്ന് പറഞ്ഞ ഒരു ഓട്ടോഗ്രാഫ് കൊടുത്തിട്ടുണ്ടേ. എന്റെ ഓട്ടോഗ്രാഫിലൊക്കെ വന്നപ്പോഴത്തേക്ക് ഇക്ക സിനിമയിലായി. അപ്പൊ മറ്റേ ഭാവിയിലെ സിനിമ നടനെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഈസി ആയിരിക്കും വരുന്നതിനെ പറ്റിട്ട്, സിനിമയിലേക്ക് വരുന്നത്? സിനിമയിലേക്ക് വരുന്നത് ഇക്ക സിനിമ വന്നതിന് ശേഷമാണ് എനിക്ക് സിനിമയിലേക്ക് ഒരു മനുഷ്യന് കയറാൻ. അതുവരെ സ്ക്രീനിൽ കാണുന്നത് മനുഷ്യനായിട്ട് പോലും എനിക്ക് തോന്നുന്നു. നമ്മള് പോയി തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു, ഇവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. ഇക്ക സിനിമ വന്നതിന് ശേഷമാണ് എനിക്ക് അപ്പൊ എല്ലാവർക്കും സിനിമയിലൊക്കെ കയറാൻ പറ്റുമല്ലേ എന്ന ഒരു തോന്നല് വന്നതും. പിന്നെ സിനിമ എനിക്ക് തോന്നുന്നു ഇക്കാടെയാണ്. ഞാൻ തിയേറ്ററിൽ പോയി ഒരു സിനിമ തന്നെ കുറെ തവണ കണ്ടേക്കുന്നൊക്കെ ഇക്കാടെ. ഋതുവൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 8-9 തവണയൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. എന്റെ ഇക്കാനെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നതൊക്കെ അതൊക്കെ ഒരു. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയെ പറ്റി പഠിച്ചു. ഞാൻ ഓരോരുത്തരും ഇന്റർവ്യൂസ് കാണാൻ തുടങ്ങി. ഇപ്പൊ ആസിക്ക ഇവിടെ തൊടുപുഴയിൽ നിന്ന് എറണാകുളത്ത് വന്നപ്പോൾ ഭയങ്കര സ്ട്രഗിളിങ് ഫേസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അസ്കറിന് അങ്ങനെ സ്ട്രഗിളിങ് ഫേസ് ഉണ്ടായിട്ടുണ്ടോ ലൈഫില്? എനിക്ക് ഒരു പരിധി കൂടുതൽ ഇക്കാനെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കൂ എന്നൊക്കെ ഒരു ചിന്ത ഒരിടയ്ക്ക് ഉണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര, എനിക്ക് തീരെ ചെലവില്ലാത്തൊരു മനുഷ്യനായിരുന്നു ഞാൻ. ഫ്രണ്ട്സിന്റെ കൂടെ ഇപ്പൊ ഫ്ലാറ്റ് എടുത്തിട്ടാണെങ്കിലും
അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇക്കാടെ ഫ്ലാറ്റിൽ പോയി കഴിക്കാം. ഞാൻ ചിലപ്പോ ബാക്കി എല്ലാവരും എന്റെ കൂടെ പട്ടിണി കിടക്കുമ്പോഴത്തേക്ക് ഞാൻ പോയി കഴിച്ചിട്ട് പറഞ്ഞ മോശമല്ലേ. അതൊക്കെ നമ്മൾ ഓരോ ഏജിലും ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്യില്ല. ഫുൾ ടൈം ഫ്രണ്ട്സിന്റെ കൂടെ ആയിരുന്നു. ഞാൻ വീട്ടിൽ കയറില്ലായിരുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ ഉറക്കം, ഫ്രണ്ട്സിന്റെ കൂടെ തന്നെ നടപ്പ്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ചേച്ചി വിളിച്ചിട്ട് നീ എന്താ വരാത്ത, നീ ഫുഡ് കഴിച്ചോന്നൊക്കെ ഇത്താത്ത വിളിച്ചിട്ട് ചോദിക്കും. അങ്ങനെയൊക്കെ തന്നെ. എനിക്കൊന്നും ഒരുമാതിരി എല്ലാ ഈ ഏജിലൂടെ പോകുന്നവരെല്ലാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ. ഇങ്ങനെയൊക്കെ തന്നെ. ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു എക്സ്പ്രഷൻ എന്താ, ഒരു ഇമോഷൻ എന്താ, റിയൽ ലൈഫിലാണെങ്കിലും റിയൽ ലൈഫിലാണെങ്കിലും? എനിക്കൊന്ന് ഞാൻ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കരയും. എന്റെ ഫ്രണ്ട്സ് തന്നെ തിയേറ്ററിൽ പോയി ഞാൻ മറ്റേ ഏങ്ങലടിച്ചിരുന്ന് കരയും. എനിക്ക് മറ്റേ സൗണ്ട് ഒക്കെ മറ്റേ സെന്റി സീനിൽ മറ്റേ വോളിയം ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഞാൻ എല്ലാ ഇമോഷൻസും എനിക്ക്. ചിരിയാണെങ്കിൽ ഞാൻ ചിരി, കോമഡി സീൻസ് എന്തെങ്കിലും കണ്ടു ഞാൻ ചിരി തുടങ്ങി കഴിഞ്ഞാൽ ചിരി നിർത്തില്ല. പക്ഷെ അത് എനിക്ക് എല്ലാം ഇച്ചിരി ഓവറാണെന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. ഇത് സിനിമയിൽ പിന്നെ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ നമ്മള് അഭിനയിക്കാൻ പഠിക്കണം. ഫസ്റ്റ് മൂവിയിൽ ഫസ്റ്റ് ഡേയും ഇപ്പോഴത്തെ അതായത് ഇപ്പൊ ഒരു ഗ്യാപ്പിന് ശേഷം വന്നപ്പോൾ ഫസ്റ്റ് ഡേയും എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? ഭയങ്കര കോൺഫിഡന്റ് ആയി. ഓവർ കോൺഫിഡന്റ് ആവാതിരുന്നാൽ മതി. സിനിമയിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. കാര്യം ഇനിയിപ്പൊ എനിക്ക് പോകാനൊന്നുമില്ല, ഇനിയിപ്പോ പിടിക്കാനേ ഉള്ളൂ. ഇനി എന്റെ അഭിനയം മോശമാന്ന് തന്നെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല. എനിക്കത് നോക്കി ഞാൻ ശരിയാക്കിയേ പറ്റുള്ളൂ. ഈ മെന്റൽ ഹെൽത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യണത്? ഇടയ്ക്ക് തമാശക്ക് ഫ്രണ്ട്സിനോട് പറയട, ഈ ഡിപ്രഷൻ അടിക്കണമെങ്കിൽ ഒരു മിനിമം ബോധം വേണ്ട, അതെനിക്ക് ഇല്ലെന്നാ തോന്നുന്നതെന്ന്. ഞാൻ കാര്യമായിട്ട് എടുക്കാറില്ല ഇപ്പൊ ഒന്നും. ഇപ്പൊ അല്ല, പണ്ടും. പിന്നെ എനിക്ക് നല്ല മറവിയുള്ള കൂട്ടത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും വിഷമം വന്നാലും ഞാൻ കുറച്ച് ഞാൻ തന്നെ അതൊക്കെ മറന്നു പോകും. പിന്നെ മറ്റേ പോകുന്ന പോക്കിന് ഞാനങ്ങ് പോകും ഫ്രണ്ട്സിന്റെ കൂടെ. അങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞ നമുക്ക് പിന്നെ ഒരു ഫാമിലി, ഇപ്പൊ ഇക്കാണേലും വാപ്പാണേലും ഉമ്മാണ് ഇത്താത്താണേലും ഫ്രണ്ട്സ് ആണേലും എപ്പോഴും നമുക്കൊരു സപ്പോർട്ടിനുണ്ട്. അതുകൊണ്ട് എവിടെയും സിനിമകൾ വീണ് പോയാലും ഞാൻ പേഴ്സണൽ ലൈഫിൽ ഞാൻ വീണ് പോയിട്ടില്ല. ഇവരുടെയൊക്കെ ഒരു സ്നേഹം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. എനിക്ക് അത് മാത്രം മതി. എപ്പോഴും എന്നോട് എല്ലാവരും നന്നായിട്ട് പെരുമാറണം, ഞാൻ തിരിച്ചും എല്ലാവരോടും നന്നായിട്ട് പെരുമാറും. എൻ്റെ അടുത്തൊരു നെഗറ്റീവ്, എനിക്കൊരാളെ സമാധാനിപ്പിക്കാനൊന്നും അറിയത്തില്ല. എന്നോട് വന്നിട്ടും ഒരാൾ വന്ന് എപ്പോഴും വിഷമം പറഞ്ഞോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പിന്നെ ആ വശത്തേക്ക് പോവാതിരിക്കുള്ളൂ. ആസിഖാനെ പോലെ തന്നെ കാണാനും സംസാരവും ഒക്കെ ശബ്ദമൊക്കെ സിമിലർ ആണെന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് അങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിന് മറികടക്കാൻ എന്താ ചെയ്യാ? ഈ സിനിമയിൽ ഇനി ഇപ്പൊ ആസിഫ് അലി തന്നെ വേണ്ട. കാര്യം ഓൾറെഡി ഒരു ആസിഫ് അലി ഉണ്ട്. പുള്ളി ഒരു സൈഡിൽ നിന്ന് തകർത്ത് അഭിനയിക്കുന്നുണ്ട്. ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലും എൻ്റെതായ കാര്യങ്ങളിൽ വന്നില്ലെങ്കിൽ അത് എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആവും. എനിക്ക് സിനിമകൾ ഇല്ലാതാവും. അതുകൊണ്ട് ഒരു ഉപകാരം പ്രേക്ഷകർക്കും ഇല്ല, എനിക്കും ഇല്ലാത്ത അവസ്ഥയാവും. അതെനിക്ക് തോന്നുന്നു തന്നെ മാറി വരുന്നുണ്ട് ഇപ്പൊ ചെയ്യുന്ന സിനിമകളിൽ. പിന്നെ കാണാൻ ചില സമയമോ അല്ലെങ്കിൽ ചില ഡയലോഗ് പറയുമ്പോഴും ഒക്കെ വരും. ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒരേ ചോരയായി പോയി. ഇപ്പൊ ആസിക്കാണെങ്കിലും ഒരു സമയത്തുണ്ടായിരുന്നു ഭയങ്കര പടങ്ങളൊക്കെ, ചില പടങ്ങൾ നല്ലതാണെങ്കിൽ കൂടെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു പോയ കുറച്ച് പടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പം അടുത്ത് ഇറങ്ങുന്ന കുറേ പടങ്ങളിൽ പുള്ളിക്ക് ഭയങ്കര നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ബോക്സ് ഓഫീസിലാണെങ്കിലും ഭയങ്കര ഹിറ്റ് അടിക്കുന്നുണ്ട്. ആ ഒരു ജേണിയെ ആസ്കർ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ കണ്ട് പഠിക്കുവാണല്ലോ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരു ആക്ടറിന്റെ വളർച്ച ഏറ്റവും കൂടുതൽ മലയാളം ഇൻഡസ്ട്രിയിൽ കാണാൻ പറ്റുന്ന ഇക്കാടെ കാര്യത്തിലായിരിക്കും. എങ്ങനെയാണ് പുള്ളിയുടെ ആക്ടിങ് സ്റ്റൈല് മാറി മാറി ഇപ്പോൾ ഉള്ള രീതിയിൽ വന്നേന്നുള്ളത്. അപ്പൊ മറ്റേ ഓക്കെ എല്ലാരെ കൊണ്ടും പറ്റും ഇത് എന്നൊരു കോൺഫിഡൻസ് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ആ ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്ടറാണ് ഇക്ക. പുള്ളി വന്നതും സിനിമ ചാൻസ് തപ്പി നടന്നതും ഇതും ഇവിടുന്ന് പുള്ളിയുടെ ഒരു ഗ്രോത്തും ഇപ്പൊ എത്തി നിൽക്കുന്നവരെ ഉള്ളത് എല്ലാവർക്കും എല്ലാവർക്കും ഒരു സ്വയം നമുക്കൊരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യമാണ്. അതെല്ലാവരെയും പോലെ ഞാൻ ഭയങ്കര അത്ഭുതത്തോടെ ഞാൻ നോക്കുന്ന കാര്യമാണ്. ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിക്കാം ഇൻസ്റ്റാഗ്രാമിൽ, അതിനെ കുറിച്ചുള്ള കുറച്ച് മെമ്മറീസ് പറഞ്ഞാൽ മതി. ഇത് ശ്രീനഗർ, ഇത് ട്രിപ്പ് പോയപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് പോയപ്പോ എടുത്തതാ. അത് അവിടെ ഞങ്ങൾ താമസിച്ചിരുന്ന അവിടുത്തെ ഒരു ചെറിയ കുട്ടി സ്കൂളിൽ പോകാൻ. ശ്രീനഗറിൽ എന്തെങ്കിലും ഒരു മെമ്മറീസ് പറയാനുണ്ടോ? ഞങ്ങൾ ആക്ച്വലി ശ്രീനഗർ എത്തുന്നതിന് മുമ്പ് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട് പറഞ്ഞു, വളരെ ഇവിടെ ഭയങ്കര പ്രശ്നമാണെന്ന് തോന്നുന്നുണ്ട്, മൊത്തം മറ്റേ പട്ടാളക്കാരും ഒക്കെ ഗണ്ണായിട്ട് നിപ്പുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തി, നമ്മൾ എത്രയും പെട്ടെന്ന് ശ്രീനഗർ വിടണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു. പക്ഷെ അവിടെ എത്തി അവിടുത്തെ ആൾക്കാർ നമ്മളോട് ഒന്ന് സംസാരിച്ചതും
അവരെങ്ങനെയാണ് ഒരു ടൂറിസ്റ്റിനെ സ്വീകരിക്കുന്നത്, അവര് നിങ്ങൾ വന്ന് അവിടെ അവരുടെ റിസോർട്ടും പരിപാടിയും എല്ലാം നമ്മളെ കൊണ്ട് കാണിച്ച് ഇവര് നമ്മളെ വിടൂല അവിടെ നിന്ന്. ഇല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെച്ചേക്കുവാണ് ഈ സ്ഥലത്തെ പറ്റി, നിങ്ങൾ ഇവിടെ നിൽക്കണം താമസിക്കണമെന്നും പറഞ്ഞാൽ എനിക്കൊന്ന് ഭയങ്കര ചീപ്പായിട്ട് ഒരു ഇതിന് ഞങ്ങൾക്ക് ഒരു കൊട്ടാരം പോലത്തെ സ്ഥലമൊക്കെ കിട്ടിയ ലേക്കില്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഭക്ഷണം അൺലിമിറ്റഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മളിരുന്ന് വിശന്ന് കഴിച്ച് അവരുടെ ഫുഡും കൂടെ അവര് നമുക്ക് കൊണ്ട് തന്നിട്ടുണ്ട്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഫോട്ടോസ് തന്നെ ഒരുപാട് തവണ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഞങ്ങള് തമ്മിൽ ഒരുമിച്ചുള്ള ഫോട്ടോസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഈ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഇതെടുത്തൊക്കെ തട്ടും. ഇത് കണ്ണൂര് ഇത്താത്താടെ വീട്ടിൽ പോയപ്പോഴത്തേക്കും നമ്മളെല്ലാരും കൂടെ ഒന്ന് ഔട്ടിങ് ജസ്റ്റ് അവിടെ ഒരു സ്ഥലത്ത് പോയിട്ട് എടുക്കുക. പക്ഷെ എനിക്ക് തോന്നുന്നു ഓണത്തിന്റെ സമയത്താണ് എപ്പോഴും നിങ്ങൾ തമ്മിലുള്ള ഒരു ഫോട്ടോസ് ഒക്കെ വരുന്നത്. ഓണം കാര്യം ഇത്താത്ത വന്ന പിന്നെ ഇത്താത്താണ് ഫുൾ പ്ലാനിങ് കമ്മിറ്റി. അപ്പൊ ഇത്താത്ത ഓണം, ക്രിസ്മസ്, പെരുന്നാൾ ഞങ്ങളെല്ലാം ആഘോഷിക്കാൻ തുടങ്ങി. ഇത്താത്തൊക്കെ എല്ലാത്തിനും ആഘോഷം വേണം. അപ്പൊ ഇത്താത്ത ഫുൾ ഫാമിലി ഫ്രണ്ട്സിനെ എല്ലാരെയും വിളിച്ചു കൂട്ടും. അപ്പൊ അത് ഇത്താത്ത വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എന്ത് പണി കണ്ടാലും ഞാൻ ഇട്ടിട്ടപ്പോ ഓടിപ്പോവും. അത് അപ്പൊ ആ ടൈമിലാണ് ഇത്താത്ത പറയും രണ്ടുപേരും വന്ന് തന്നെ ഒരു ഫോട്ടോ എടുക്കട്ടെ രണ്ടുപേരെയും. അജിച്ചേട്ടൻ ഇത് ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞൊരു മൂവിയുടെ ടൈമില് എനിക്ക് ധ്യാൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് എനിക്ക് എന്റെ ഏതൊരു ഇന്റർവ്യൂ കണ്ടിട്ടാ 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എന്നൊക്കെ. അയ്യോ ധ്യാൻ ചേട്ടൻ ജമ്മാണ്, അടിപൊളി. എന്തെങ്കിലും മെമ്മറീസ് ഉണ്ടോ പറയാൻ പുള്ളിയായിട്ടുള്ള? എനിക്ക് ഈ ധ്യാൻ ചേട്ടന്റെ പിള്ളേരും ഇക്കാടെ പിള്ളേരൊക്കെ, അപ്പൊ ഇവരെ ഇടയ്ക്ക് മറ്റേ സ്കൂള് വിട്ടിട്ട് ഇവരെ വീട്ടിൽ കൊണ്ടുവരുന്ന ഡ്യൂട്ടി ഒക്കെ എനിക്കാണ്. അപ്പോ ഞാൻ ഈ പിള്ളേരും ഒക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ പിള്ളേർ വഴിയാണ് ഞാൻ ഇവരൊക്കെ ആയിട്ട് ബന്ധം. പിന്നെ ഇവര് ഇപ്പൊ അജിച്ചേട്ടന്റെ വൈഫാണേലും ധ്യാൻ ചേട്ടന്റെ വൈഫാണേലും ഈ ചേച്ചിമാരൊക്കെ എനിക്ക് ഇത്താത്തയുടെ ഫ്രണ്ട്സാണ്. അപ്പൊ അങ്ങനെ ഇവർക്കൊക്കെ എന്നോട് ഒരു അനിയൻ സ്നേഹം ഭയങ്കരമാണ്. അടുത്ത ഉമ്മയുടെ ഒരു സ്ക്രീൻഷോട്ട് ചാറ്റിന്റെ. അത് ഉമ്മ ഇപ്പൊ വാട്സപ്പ് ഒക്കെ പഠിച്ചതിന് ശേഷം ഉമ്മ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ടിരിക്കും, വോയിസ് നോട്ട് അയക്കും, അച്ചുക്കുട്ടാന്നും പറഞ്ഞിട്ട് എനിക്ക് അയക്കും, ഇക്കാക്കും അയക്കും, ഇത്താത്താക്കും അയക്കും. അത് ഇപ്പൊ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ലേ അവർക്ക് വാട്സപ്പ് ഒക്കെ ഇപ്പൊ അങ്ങ് പഠിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് എവിടെ ഫുഡ് കഴിച്ചോ. അയ്യോ ഉമ്മ ഭയങ്കര അടിപൊളിയാണ്. ഉമ്മാണ് എപ്പോഴും ഓരോ തമാശയൊക്കെ പറഞ്ഞ് എപ്പോഴും എന്താവശ്യമുണ്ടെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഞങ്ങള് 3 പേരും എന്തുണ്ടെങ്കിലും ഉമ്മാനെ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നതും. ഭയങ്കര പോസിറ്റീവാണ് ഉമ്മ. കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ. ടെററൊന്നും അല്ല, പക്ഷെ എനിക്ക് എന്താ അറിയില്ല, പണ്ട് തൊട്ടേ വാപ്പാടെ മുമ്പിൽ നമ്മൾ മുഖം കൊടുക്കാൻ പോകാറില്ല. ഒരു ടെൻഷനാ. വാപ്പ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പേടിയൊക്കെയാ. അതുകൊണ്ട് വാപ്പാടെ മുമ്പിൽ നിന്ന് എപ്പോഴും എന്തെങ്കിലും ചോദിക്കുമ്പോ മുങ്ങി അടക്കത്തേ ഉള്ളൂ. ഉമ്മ വഴിയാണ് വാപ്പായിലേക്ക് കണക്ഷൻ കൂടുതലും പോകുന്നത്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറിട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു പണ്ടൊന്നും എനിക്ക് തോന്നുന്നില്ല ഞാൻ വാപ്പാനെയൊക്കെ, ഞാനും ഇക്കായാണേലും വാപ്പാനെ ഹഗ് ചെയ്യോ കിസ് ചെയ്യോ ഇതൊന്നും ചെയ്തൊരു ഓർമ്മയില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങള് കുറച്ചുകൂടെ അവരായിട്ട് അറ്റാച്ച്ഡ് ആയി ഭയങ്കരമായിട്ടൊരു ബോണ്ട്. അത് എന്താ അറിയില്ല, എനിക്കൊന്ന് ഇക്കാടെ പിള്ളേരൊക്കെ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും. അടുത്ത ഫോട്ടോ അയ്യോ ഇതൊക്കെ ഇപ്പോഴും ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ടല്ലേ, ഇതൊക്കെ ഓരോ അത് ഞാനേ എത്താത്ത. അയ്യോ അത് ജനിക്കുന്നതിന് മുമ്പ് എന്തോ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണത് കല്യാണം അങ്ങനെയുണ്ടോ? ഇല്ല, ഇപ്പൊ നിലവിൽ അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ല. കരിയർ ഫോക്കസ്. ഇപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചാല് അസ്കർ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു പേര് സമയുടെ ആണല്ലേ. ഇത്താത്ത ഒരു 100 വട്ടം പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ സമയന്ന് ഏറ്റവും നോക്കി കാണുന്ന ഒരു ക്വാളിറ്റി എന്താ? ഞാൻ പറയില്ലേ, ഞാന് ഇക്ക വാപ്പ ഉമ്മ ഞങ്ങളെല്ലാം മറ്റേ പല ധ്രുവങ്ങളിൽ താമസിച്ചോണ്ടിരുന്ന പോലെ ആയിരുന്നു. ഒരിടയ്ക്ക് ഇക്കയുടെ ജോലിയുടെ സിനിമ അപ്പൊ ഞാനും ഉമ്മയും സംസാരിക്കും, വാപ്പ അവിടെ ഇക്ക അങ്ങനെ പോയി കണക്ഷൻ. ഇത്താത്ത വന്നു കഴിഞ്ഞിട്ട് ഇത്താത്ത എങ്ങനെ വാപ്പാനെ ഹാൻഡിൽ ചെയ്യുന്നു, വാപ്പാടെ അടുത്ത് പോയി സംസാരിക്കും. എനിക്ക് എപ്പോഴും ഒരു സിസ്റ്ററിനെ ലൈഫിൽ മിസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സിസ്റ്റർ ഇല്ലാത്തത് എനിക്ക് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ വിഷമം അതായിരുന്നു. അതെനിക്ക് മൊത്തത്തിൽ മാറിയത് എനിക്ക് ഇത്താത്താനെ കിട്ടിയപ്പോഴാണ്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ എല്ലാരും ഫാമിലി ബോണ്ട് കുറച്ചുകൂടെ ഇതായി.
എല്ലാത്തിനും സെന്ററിൽ എത്താത്തതുണ്ട്. എന്ത് അഭിപ്രായം, ഇപ്പൊ വാപ്പ ആണേലും ഉമ്മ ആണേലും ഞങ്ങൾ ആരാണേലും എന്ത് ചോദിക്കുന്നത് ഇത്താത്താട് തന്നെയാ. അപ്പൊ അത് ഭയങ്കര ഒരു ക്വാളിറ്റിയാണ് ഒരു ഫാമിലി. അത് പിന്നെ ഇപ്പൊ ഇത്താത്താടെ പപ്പ ഉമ്മ അവര് എനിക്കും വാപ്പ ഉമ്മ പോലെ തന്നെയാണ്. അവരും ഞാനും എല്ലാരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ട്രിപ്പ് പോകുമ്പോഴും നമ്മൾ ഫുൾ ഫാമിലിയാ പോകുന്നത്. ഇനിയിപ്പോ നമ്മൾ ആരും ഇല്ലെങ്കിലും എന്റെ വാപ്പ ഉമ്മ ഇത്താത്താടെ പപ്പ ഉമ്മ കൊച്ചുമക്കള് ഇവരെ നമ്മൾ ഇടയ്ക്ക് ഒറ്റയ്ക്ക് ട്രിപ്പ് വിടും. അവരും ഭയങ്കര ബോണ്ടായി. മാഷാ അല്ലാഹ്. അതുകൊണ്ടൊക്കെ അതിന്റെ ഒരു സന്തോഷം നമുക്ക് ഫാമിലി എല്ലാവർക്കും കിട്ടും. വാപ്പയ്ക്ക് ഉണ്ടായ ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ടോ സമ വന്നതിന് ശേഷം? ഭയങ്കരമായിട്ട്. വാപ്പ കോളേജിലും സ്കൂളിലും പഠിച്ച കഥകളൊക്കെ പറയുന്നത് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. ഇത്താത്ത എങ്ങനെ പോയി ഇരുന്ന് വാപ്പാടെ ഇരുന്ന് സംസാരിച്ചിട്ട് അബ്ബ എങ്ങനെയായിരുന്നു, കോളേജ് എങ്ങനെയായിരുന്നു, ഇത് വാപ്പ ഭയങ്കരമായിട്ട് ചിരിച്ച്. അബ്ബാക്കും അങ്ങനെ ഒരു ഭയങ്കര സ്നേഹമാണ്. ഇത്താത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹാർട്ടാണ്, ഫാമിലിയുടെ. ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ എന്തെങ്കിലും ഓർത്ത് വെക്കണ്ടോ? എനിക്ക് എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പുതിയ പിന്നെ നമ്മൾ കേൾക്കാത്തതും നമ്മൾ ചിന്തിക്കാത്തതുമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇവരൊന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ക്യാരക്ടർ. അതൊക്കെ എനിക്ക് ഭയങ്കര. കോമിക് റോൾസ് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ മെയിനെ പേർക്കയിൽ ഒരു കോമിക് ക്യാരക്ടറാണ്. ഭയങ്കര തമാശയും. അതാണ് എനിക്ക് ഇപ്പൊ ഈ JSKയിൽ കുറച്ചൊരു സീരീസും അല്ലെങ്കിൽ കുറച്ചൊരു ടൈപ്പ് വേറൊരു പ്രത്യേക ടൈപ്പ് ക്യാരക്ടറാണ്. പിന്നെ മേനെ പേർക്ക് വരുമ്പോ ഭയങ്കര കോമഡി, അത്യാവശ്യം കോമഡി ചെയ്തിട്ടുള്ള ക്യാരക്ടർ. അടുത്ത സംഭവം വരുമ്പോ അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതുകൊണ്ട് ഭയങ്കര രസമാണ് ഓരോ ക്യാരക്ടേഴ്സ് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു ഭാഗ്യം. അപ്പൊ എന്തായാലും താങ്ക് യു. കുറെ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി വരാനുള്ള പടങ്ങളൊക്കെ അടിപൊളിയാവട്ടെ, നന്നായിട്ടാവട്ടെ. താങ്ക് യു.